സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മിഷണറി ഡോക്ടറായിട്ട് എൻ്റെ ജീവിതം ഞാൻ അന്ന് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. പക്ഷേ ജീവിതത്തിലെ ടേൺസ് പലതായിരുന്നു. ആദ്യം എൻജിനീയറിങ്ങിന് പോയി, അത് തീർന്നു. അപ്പം അന്ന് അത് കെട്ടുപോയോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും വളരെ വളരെ ഉപരി ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ദൈവം എനിക്ക് വേണ്ടി കരുതി ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഡോക്ടറായിട്ട് തന്നെ നിൽക്കുന്നു. ഞാൻ ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്തു. പക്ഷെ ഇതെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഉള്ളിൽ എപ്പോഴും ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ കുരുൾ താഴ്വരയിലൂടെ നടന്നാലും അവൻ എൻ്റെ കൂടെയുണ്ട്. എരുതിയിൽ ഞാൻ കിടന്നാലും അവിടെയും അവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം. ആ വിശ്വാസത്തിൽ ദൈവം അവിടെയും എനിക്ക് വിടുതൽ തന്നു. എൻ്റെ മകൾ സൗഖ്യത്തോടെ ഇപ്പോൾ സന്തോഷത്തോടെ ഈ കഴിഞ്ഞ 2014 ജാനുവരി മാസം ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യം, ഒരു ശോധനയുടെ അവസ്ഥയിലൂടെ പോകുവാൻ എനിക്ക് സാധിച്ചു. അവയിൽ നിന്നെല്ലാം എന്നെ സ്വർഗത്തിൽ ദൈവം എന്നെ കരകയറ്റി. എല്ലാത്തിലും ഉപരിയായി ഈ 2014 ഡിസംബർ മാസത്തിൽ അവർ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടായിട്ടും സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ഒരു ഇൻക്രിമെൻറ്റും തന്നു. എനിക്കൊരു ബോണസും തന്ന് എന്നെ ദൈവം മാനിച്ചു. അപ്പം ഈ ജാനുവരി മാസം 14 എത്ര പ്രതികൂലമായെങ്കിലും നമ്മൾ ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ എല്ലാം നമുക്ക് നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. പ്രിയമുള്ളവരെ, അവധിക്ക് പോയത് സന്തോഷത്തോടെയല്ല, ജോലി ഇല്ല എന്നുള്ളതായ ആ ഒരു വലിയ നോട്ടീസോട് കൂടിയാണ്. മടങ്ങി വന്ന് ജോലി ലഭിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. വന്നു കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോൾ സെപ്റ്റംബർ 1 ചെന്നപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല. ആ സമയത്ത് എസ്തേർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ എന്നോടുകൂടി ഉപവസിച്ചു. ഞാനും എൻ്റെ ഭാര്യയും വത്സ സിസ്റ്ററും നമ്മുടെ ബാബുവും എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോഷുവയും ഞങ്ങൾ 5 പേരും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കാത്തിരുന്നു. CEO സ്ഥലത്തില്ല. സെപ്റ്റംബർ ഒരു 15 ആയപ്പോഴത്തേക്ക് വീണ്ടും ജോയിൻ ചെയ്യുവാനായിട്ട് ഓർഡർ വന്നു. അങ്ങനെ ഞാൻ മടങ്ങി സെപ്റ്റംബർ 16 ഓണം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് ഓണം കഴിഞ്ഞ് ജോയിൻ ചെയ്തു. ആ സമയത്തൊക്കെയും അതിശയകരമായി ദൈവത്തിലുള്ള അചഞ്ചലമായൊരു വിശ്വാസം മാത്രമായിരുന്നു എന്നെ നടത്തിയത്. എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യേശു എന്നെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. 2011 സെപ്റ്റംബർ മാസം ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വേണ്ടി ദുബായ് വരുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തന്നത് അവിടുത്തെ ഒരു വിശുദ്ധ പദവിയാണ്. ഹല്ലേലൂയ. എനിക്ക് പറയുവാന് എനിക്ക് വലിയ രോഗസൗഖ്യമോ വലിയ ജോലി കിട്ടിയതോ അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതൊന്നുമല്ല. എൻ്റെ യേശു എന്നെ അവൻ്റെ രാജ്യത്തേക്ക് നേടി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നു. പാസ്റ്ററിനോട് ഞാൻ നന്ദി പറയുന്നു. ബിക്കോസ് ഒരു ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ച് കടന്നു വരുവാൻ പാസ്റ്റർ തന്ന ഉപദേശം, എൻ്റെ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, എൻ്റെ ദൈവത്തെ അറിയുവാൻ ഈ ഒരു വർഷം എന്നെ ഒരുപാട് സഹായിച്ചു. എൻ്റെ പിതാവിനെ ഞാൻ നന്ദി പറയുന്നു. ഇത് ഐ തിങ്ക് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നത്. റിയലി ഡിലൈറ്റഡ് ടു ബി ഇൻ യുവർ മിഡ്സ്റ്റ്. ദൈവം ഈ പറഞ്ഞതുപോലെ 3 വർഷം മുമ്പ് ഞങ്ങളെ ഇവിടുന്ന് ഖത്തറിലേക്ക് കൊണ്ടുപോയി. പോകുന്ന സമയത്ത് വലിയ വിഷമവും പ്രയാസമായിരുന്നു. പക്ഷെ എങ്കിലും our God is always faithful. He never lets down his children. നല്ലൊരു ചർച്ച് ഞങ്ങൾക്ക് ആരാധിക്കാനും ഞങ്ങൾ നല്ലോണം അവിടെ പ്രവർത്തിക്കാനും ദൈവം അവിടെ ഞങ്ങൾക്കൊരു അവസരം തന്നു. ആൻഡ് ടുഡേ വി ആർ റിയലി ഹാപ്പി ദോ വി മിസ് ദിസ് ചർച്ച്. ഈ ചർച്ചിൻ്റെ എല്ലാ ഒക്കേഷനിലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും either the beginning of the year or the end of the year God is bringing us here. ദൈവം അത് വിറ്റ്നസ് ചെയ്യാനുള്ള അവസരം തരുന്നതിനായിട്ട് ഐ റിയലി പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ്. ചിലർക്കെങ്കിലും അറിയാവുന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുടെ നടുവിലാണ് ദൈവത്തെ അറിയാൻ ഇടയായത്. വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോയി.
വളരെ ബുദ്ധിമുട്ടിലൂടെ പോയി. ഞങ്ങൾക്ക് ഒന്ന് മാത്രം അറിയാമായിരുന്നു, ദൈവത്തിന് മാത്രമേ ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുകയുള്ളെന്ന് അറിയാമായിരുന്നു. പലപ്പോഴും ആഹാരത്തിന് പോലും ഒരു ബുദ്ധിമുട്ടിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ഇടയായി. 2013 ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഞങ്ങൾ മൈനസിൻ്റെ കണക്ക് പുസ്തകം ദൈവം അടച്ചു തന്നു. ഇന്ന് ഈ 2014 ഞങ്ങൾ വിടുവിക്കപ്പെട്ടവരായിട്ട് ദൈവസഭയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങൾ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് പറയട്ടെ, ഞങ്ങളെ ഒരു പ്ലസ്സിലോട്ട് ദൈവം നടത്തി. 2014 പക്ഷെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്ത നന്മ ഓർത്താൽ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. 2011 ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിസ എല്ലാവരുടെയും വിസ 2011 ഒക്ടോബർ മാസം കഴിഞ്ഞതാണ്. എന്നിട്ട് 2014 ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങളുടെ വിസ അടിക്കാൻ കഴിഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം ഈ 3 വർഷക്കാലത്തോളം ദൈവം ഞങ്ങൾ വരാനിരുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിസ ഇല്ലാതിരുന്ന സമയത്ത് കൂടി ദൈവം എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ എവിടെ കാത്തു പരിപാലിച്ചു. അതും 2014 വിസ അടിക്കാനായിട്ട് ചെന്ന സമയത്ത് ഞങ്ങൾക്ക് 4 പേർക്കും കൂടിയിട്ട് 3.5 ലക്ഷം ദിർഹംസ് ആയിരുന്നു ഫൈൻ പറഞ്ഞിരുന്നത്. അതും അവർ 1 മാസത്തെ കാലാവധിയായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആ സ്ഥാനത്ത് ദൈവം ഒരു ഫൈനും ഇല്ലാതെ, ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരം അവിടെ പ്രവർത്തിച്ചു. ഒരു ഫൈനും ഇല്ലാതെ വെറും 900 ദിർഹംസ് ഫൈൻ കെട്ടി ഞങ്ങൾക്ക് ആ ഒക്ടോബർ 22 തന്നെ വിസ അടിക്കാൻ വേണ്ടിയിട്ട് ദൈവം വലിയൊരു കൃപ ഞങ്ങൾക്ക് ഈ 2014 ഇപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു അത്ഭുതത്തിൻ്റെ വർഷമായിരുന്നു. അതൊരു ഡ്രീം കം ട്രൂ പോലെയായിരുന്നു. ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ദൈവം ഇതിന് എനിക്കൊരു യോഗ്യതയുമില്ല, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളായിരുന്നു. ഞാനിതൊന്നും ഈ വർഷം ചോദിച്ചില്ല, ഒന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷേ ദൈവം എന്നെ നടത്തി. എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് എഴുന്നേക്കും. ഞാൻ നോക്കിയപ്പോൾ ഈ വൈസ് പ്രസിഡൻസിന് കയറി വരുന്നു. ഞാൻ ദൈവം അപ്പം എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ റൈറ്റ് ഹാൻഡ് പിടിച്ച് ഞാൻ കയറി. ബട്ട് എനിക്ക് ആ റൂമിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇറ്റ് വാസ് എൻ അബ്സല്യൂട്ട് പ്രസൻസ് ഓഫ് ജീസസ് ഇൻ ദാറ്റ് റൂം. ദൈവം അവിടെ ഇരുന്ന ഓരോരുത്തരും ഇത്ര പോസിറ്റീവായിട്ട് സംസാരിച്ച്, എന്താ ഞാൻ പറഞ്ഞതെന്നും എനിക്ക് ഓർമ്മയില്ല ശരിക്കും. പക്ഷേ ഒരു 45 മിനിറ്റ്സ് ഭയങ്കര ദൈവത്തിൻ്റെ പ്രസൻസ് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നു തിരിച്ച് കഴിഞ്ഞ ഒരു കപ്പിൾ ഓഫ് വീക്സിനുള്ളിൽ എനിക്ക് അതിൻ്റെ സെലക്ഷൻ കിട്ടി. അതങ്ങനെ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ നിന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഏവിയേഷൻ MBA ഉണ്ട് UK യൂണിവേഴ്സിറ്റിയുമായിട്ട്. അതിൽ 60,000 കമ്പനി ആൾക്കാരിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു 3-4 പേരെ വെച്ച് നോമിനേറ്റ് ചെയ്യണം. നോമിനേഷൻ പ്രോസസ്സും ഡിഫിക്കൽട്ടാണ്. പിന്നെ അത് നോമിനേറ്റ് ചെയ്ത ടോട്ടൽ ഒരു 75 ആൾക്കാർ കാണും. 24 സീറ്റ്സേ എല്ലാ വർഷവും ഉള്ളൂ. ഞാൻ അതിനൊന്നും അപ്ലൈ ചെയ്തില്ല, ബിക്കോസ് ഞാനത് കണ്ടിട്ട് ഇതൊന്നും ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നേ ഇല്ല എന്നുള്ള ഇതിൽ പോയി. ഞാൻ അപ്ലൈ ചെയ്യാതെ ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ എനിക്ക് HR ൽ ഒരു കോൾ വന്നു, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നിന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ആ സെലക്ഷൻ കിട്ടി. ഞാനിങ്ങനെ അത് കേട്ടിട്ട് ആ ഇമെയിലും കൊണ്ട് നടക്കുമ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, ഹൗ ആം ഐ ഇൻ എ സിറ്റുവേഷൻ. അപ്പോൾ ഓരോരുത്തരെന്നെ വിളിച്ചു ചോദിക്കുന്നു, നിൻ്റെ ദൈവം നിന്നെ ഇങ്ങനെ നടത്തിയോ, ബിക്കോസ് യുവർ ഫെയ്ത്ത് ഇസ് സോ ട്രൂ. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ ഞാനിത് ഒരു ഡ്രീം കം ട്രൂ പോലെയാണല്ലോ ദൈവമേ ഈ വർഷം. അപ്പോൾ ദൈവം എനിക്ക് ഒരു വേഴ്സ് തന്നത്, first seek his kingdom and his righteousness and all these things will given to you. Therefore do not worry about tomorrow, tomorrow will worry about itself. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരു വസ്തുവിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വളരെ ഭാരത്തോടാണ് പോകുന്നൊരു തലേ ഫ്രൈഡേയിൽ ഇവിടെ വന്നത്. ആ സമയത്ത് പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിന്മേൽ നിങ്ങൾക്ക് ഇന്ന് വിടുതലാന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു, അത് പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണമായിട്ടും വിടുതൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ഒരിക്കലും അങ്ങനെ വരുത്തത്തില്ല, നമുക്ക് പൂർണ്ണമായിട്ട് ഒരു വിടുതൽ ഈ പ്രാവശ്യം പോകുമ്പോൾ ദൈവം നമുക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞപ്പം അവർ തന്നെ താനെ വസ്തുവിന് വേണമെന്ന് പറഞ്ഞു വന്നു. ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു എത്ര വില കിട്ടിയാലും വേണ്ടിയില്ല, ഈ പ്രശ്നം ഒന്ന് തീരാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് തീർക്കാം. പക്ഷേ
എൻ്റെ ദൈവം അവിടെയും പ്രവർത്തിച്ചു. ഞങ്ങൾ വിചാരിച്ചാലും നിലച്ചാലും അപ്പുറമായിട്ടും ഒരു ഇരട്ടി വില വന്ന് ഈ വസ്തു എടുക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 21 വർഷമായിട്ട് ഈ ദേശത്ത് ആയിരിക്കാനും ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിപ്പാനും ദൈവം ഇടയാക്കി. ഇവിടെയും ജോലി വേണ്ട, ഞാൻ നാട്ടിൽ പോവാണ്, എന്ത് വന്നാലും ഇനി ഇവിടെ നിൽക്കത്തില്ല എന്ന് പല പ്രാവശ്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ 26-ാം തീയതി എൻ്റെ വിസയുടെ ഗ്രേസ് പീരീഡും തീർന്നിട്ട് ഞാൻ ഇന്നിവിടെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ലേബറിലെ കേസായിട്ട് കോടതിയിലാണ്. എന്നാൽ അവിടെയൊക്കെയും വളരെ ശക്തമായിട്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. കർത്താവ് എന്നോട് 1-2 കാര്യങ്ങൾ സംസാരിച്ചു, അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഹാലേ, അത് പൂർത്തീകരിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, എന്നാൽ ഒരുവൻ മാത്രമേ എൻ്റെ അടുക്കൽ വന്നുള്ളൂ, അവൻ നന്ദി കരയറ്റുവാൻ. ഹല്ലേലൂയ. അതെൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സ്പർശിച്ചു. അതുപോലെ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. എന്നാൽ കഴിഞ്ഞ സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. 2013 അവസ്ഥ ഡിസംബറിൽ നമുക്ക് എല്ലാവർക്കും ഒരു വാക്യം തരും. എനിക്കും കിട്ടിയ ഒരു വേദവാക്യം ഞാൻ ഈ സമയം ഞാൻ വായിക്കുകയാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗി 3:1 എനിക്ക് കിട്ടിയത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ഹാലലൂയ. ഇത് മൊത്തം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം എന്തൊക്കെ കാലങ്ങളാണെന്നുള്ളത്. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യനെ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ, ദൈവസന്നിധി നാം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ ഭക്തന്മാരെ ദൈവത്തിന് എല്ലാത്തിനും ഒരു കാലമുണ്ടെന്ന് പറഞ്ഞവർ, നമുക്കെല്ലാം ഒരു കാലമുണ്ട്. ഹാലലൂയ. ചിലപ്പോൾ നമ്മൾക്ക് വിഷമമായിരിക്കാം. ഹാലലൂയ. ചിലപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനായിട്ട് വരും. മറ്റുള്ളവരോട് നമുക്ക് പറയുവാൻ ചിലപ്പോൾ സാധിക്കില്ല. ഹാലലൂയ. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഞാൻ 2013 ഒടുവിൽ ഞാൻ ഇതുവരെ ഭാരപ്പെട്ട് കടഭാരത്തിലിരിക്കുമ്പോൾ എൻ്റെ ബിസിനസ്സിൽ പല ഹാലലൂയ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ ഞാൻ ഭാരപ്പെട്ടിരുന്നപ്പോൾ ഞാൻ അന്ന് കേട്ട റോബിൻ സാക്ഷി ഞാൻ പറഞ്ഞു, ഹാലലൂയ, എൻ്റെ ദൈവമേ, ഈ ഡിസംബറിൽ എനിക്കും ഹാലലൂയ എൻ്റെ കടങ്ങളെല്ലാം ദൈവം മാറ്റിത്തന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹാലലൂയ. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.